ഹലോ, ഇന്ന് പപ്സ് ആണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് പപ്സ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടി ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ സവാള, 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, ഒരല്പം ഒലിവ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് കിട്ടുമ്പോഴേക്കും അതിലേക്ക് പൊടിച്ച പനീർ 100 ഗ്രാം ചേർത്ത് കൊടുക്കണം. പനീറിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കോണേ. പനീർ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരല്പം ഇറ്റാലിയൻ സീസണിങ്, ഇത് ഇത്രയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ ഒരു ഫില്ലിംഗ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിതൊന്ന് ആറിയപ്പോഴേക്കും ഫില്ലിങ്ങിനായിട്ട് എടുക്കുകയാണ്. ഇൻസ്റ്റാമാർട്ടിലും ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന പഫ് പേസ്ട്രിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ ഞാൻ ഒരു ഷീറ്റിന് 2 കട്ട് ചെയ്ത് അതിൽ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഈ ഫില്ലിംഗ് വെച്ച് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മടക്കിയെടുക്കണം. അതിൻ്റെ മുകളിൽ മുട്ട കലക്കിയതിൻ്റെ ഒരു കോട്ടിങ്ങും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ, ഒരു 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അത്രയും ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പഫ്സ് റെഡിയാണ്. കരിമുരാന്നിരിക്കുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ പഫ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.